CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് MLA ആയി M മുകേഷിനെ കാണാനില്ല. സ്ഥലം MLA എന്ന നിലയിൽ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ് മുകേഷ്. എന്നാൽ സിനിമാ ചിത്രീകരണത്തിലാണ് മുകേഷ് എന്നാണ് അറിയുന്നത്. AK സ്റ്റെഫിൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, മുകേഷിനെ സംബന്ധിച്ചോളം MLA ആണ്. അവിടുത്തെ സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കോർഡിനേഷനും സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ആളാണ്. സ്വാഗത സംഘം ചെയർമാന് പുറമെ അതിൽ നിർണായക സ്ഥാനം വഹിക്കേണ്ട ആൾ കൂടിയാണ് MLA. അറിയാമല്ലോ, നേരത്തെ CPM അടക്കം MLA പല പരിപാടികളിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കുന്ന ഒരു ഒരു അനൗദ്യോഗിക നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും എന്താണ് അറിയാൻ കഴിയുന്നത്? മുകേഷ് MLA എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥലത്തെ ഈ സമ്മേളന വേദിയിൽ നിന്നും ആരുമായി സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നുണ്ടോ? MLA നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? പ്രജീഷ്, മുകേഷ് MLAയും അതോടൊപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള ഒരു കടുത്ത ഭിന്നത അത് മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തോട് മുകേഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല സമീപനമല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം സ്ഥലം MLA ആണ്. ഒപ്പം ഈ മുകേഷ് MLAയുടെ മണ്ഡലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒപ്പം 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് ഈ സംസ്ഥാന സമ്മേളനം എത്തുന്നത്. അത് മറ്റൊരു വശം. അതിനെല്ലാം ഇടയിലാണ് മുകേഷ് ഒരു തികഞ്ഞ ഒരു എതിർപ്പ് ഇതിനോട് കാണിക്കുന്നത്. കാരണം മുകേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും നോക്കിയാൽ കാണാം, ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പോസ്റ്റും മുകേഷ് ഇട്ടിട്ടില്ല. 2 ദിവസം മുമ്പ് ഒരു CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാധവൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. മറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും മുകേഷ് MLA ഇട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മുകേഷിനെ പാർട്ടി ഒരു കടുത്തൊരു വിലക്ക്, നമുക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മുകേഷിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഈ ലൈംഗിക ആരോപണ കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി അത് കൂടുതൽ ശക്തമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. കാരണം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഈ നേതൃയോഗങ്ങളിൽ പോലും മുകേഷിനെതിരെ ഒരു കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിലും അല്ലെങ്കിൽ ഈ ജില്ലാ സമ്മേളനത്തിലും മുകേഷിനെതിരായ കടുത്ത അതൃപ്തി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഒപ്പം പല കാര്യങ്ങളാണ്. ഒന്ന്, ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുമായി മുകേഷിന് ഇടഞ്ഞു നിൽക്കുന്ന സ്ഥിതി, ഇതെല്ലാം തന്നെ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും ഉന്നയിക്കപ്പെട്ടു. അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാർട്ടി വലിയൊരു അവസരം കൊടുത്ത് ജയിപ്പിച്ച ആളാണ്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് ഈ പാർട്ടി സമ്മേളനത്തിൽ വരേണ്ടതായിരുന്നു. പലയിടങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് ഈ പ്രതിനിധി സമ്മേളനം തുടങ്ങുന്ന അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം കേൾക്കുന്നതിനും കാണുന്നതിനും ഒക്കെ വേണ്ടി ആളുകൾ എത്തിയിരുന്നു, നേതാക്കൾ എത്തിയിരുന്നു. പക്ഷേ മുകേഷ് എത്തിയിട്ടില്ല. മുകേഷ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലയ്ക്ക് പുറത്ത് അദ്ദേഹം ഒരു കഴിയാത്തൊരവസ്ഥയിലേക്ക് CPM പോയിട്ടുണ്ടോ? കാരണം സ്ഥലം MLA ആണ്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപേ എന്തെങ്കിലുമൊക്കെ ന്യായവാദങ്ങൾ നിരത്താമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോൾ ആ ആരോപണ വിധേയനായ MLA അതിൻ്റെ പരിധികളൊക്കെ ഒരുപാട് കടന്നുപോയ സ്ഥിതിയാണ്. അപ്പോൾ തീർച്ചയായും രാജി ആവശ്യപ്പെടണം, MLAയുടെ രാജി ആവശ്യപ്പെടണം എന്ന് പ്രതിപക്ഷ വനിതാ സംഘടനകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയതാണ്. പ്രതിപക്ഷമൊക്കെയും പറയുമ്പോഴും ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നതിൽ വനിതാ CPM നേതാക്കൾ പോലും ബുദ്ധിമുട്ടുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയ വനിതാ നേതാക്കളൊക്കെയും പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനം കൂടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ അതൃപ്തി ഒഴിവാക്കാൻ കൂടി ഒരുപക്ഷെ അനൗദ്യോഗിക മറ്റെന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ? അതല്ല MLA ഇക്കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതാണോ? എന്താണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായൊരു പോയിന്റിലേക്ക് എത്താൻ കഴിയുന്നത്? പ്രജീഷ്, ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പരാതി, എറണാകുളം സ്വദേശിയായിട്ടുള്ള സ്ത്രീ ഈ മുകേഷിനെതിരെ പരാതി നൽകുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ആ പരാതി നൽകിയത്. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഒരു ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഈ സംസ്ഥാന സർക്കാർ തന്നെ വലിയ അഭിമാനകരമായ ഒരു നേട്ടമായി പറയുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആർജവം കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിന് പിന്നാലെ എത്തിയ ഒരു പ്രതിസന്ധി CPM-നെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലുതായിരുന്നു. കാരണം CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ, കാരണം വലിയൊരു പോരാട്ടം നടന്ന കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി
വർഷമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം ഇങ്ങനെ കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ CPM അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. മുകേഷിൻ്റെ രാജി ആവശ്യമില്ല എന്നുള്ള കാര്യം സംസ്ഥാന നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ പോകെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ SITയുടെ അന്വേഷണം പൂർത്തിയാക്കി അവർ കുറ്റപത്രം സമർപ്പിച്ചു എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെ പിന്നീട് ന്യായീകരിച്ചുകൊണ്ട് മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പാർട്ടിക്കും കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും സിനിമ മുകേഷിന്റെ നടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? പ്രജീഷ്, ഏതായാലും ഒരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി അദ്ദേഹം പുറത്താണ് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കറിയാവുന്നത്. കൂടുതൽ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതായാലും CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇതിൽ പങ്കെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും പോസ്റ്റുകളെങ്കിലും ഇടാമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു മാസമായി കൊല്ലത്ത് എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ചും സാംസ്കാരിക പരിപാടികൾ, അതോടൊപ്പം തന്നെ മറ്റ് സെമിനാർ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും തന്നെ ഈ മുകേഷ് ഭാഗവാക്കായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും മുകേഷിനെ പാർട്ടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും മുകേഷിന്റെ അസാന്നിധ്യം വലിയ തോതിലുള്ള ചർച്ചയാകുന്നത്. ഏതായാലും പാർട്ടിക്ക് എന്താണ് ഈ കാര്യത്തിൽ വിശദീകരിക്കാനുള്ളതെന്നാണ് അറിയുന്നത്. സാധാരണഗതിയിൽ എന്തിനും ഏതിനുമൊക്കെ തന്നെ കൊല്ലത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുള്ള വ്യക്തിയാണ് സ്ഥലത്തെ MLA. അപ്പോൾ സ്ഥലത്തെ MLA ആ പരിപാടിയിൽ നിന്നും പ്രധാനപ്പെട്ട, കാരണം 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്തേക്ക് CPMന്റെ സംസ്ഥാന സമ്മേളനം എത്തുന്നത്. അവിടെ MLA മുകേഷ് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഇല്ല എന്ന് പാർട്ടി വിശദീകരിക്കുന്നതാണ്. പാർട്ടിയാണ് ഈ MLA പദവി നൽകിയത്.